നമസ്കാരം. ഇന്ന് ഞങ്ങൾ സൺഡേ പോകുന്നത് എങ്ങോട്ടാ വെച്ചാൽ മമ്മിയുടെ അനിയത്തി, അതായത് മമ്മി കഴിഞ്ഞിട്ടുള്ള സ്ഥാനം എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരു 10% നമുക്ക് ചെറിയൊരു ചവർപ്പൊക്കെ ഉണ്ടാവില്ല ആരും തന്നെ ഇങ്ങനെയുള്ളൊരു അമ്മേൻ്റെ അടുത്ത് ഞങ്ങളാണ്. മമ്മി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണിച്ചു തരാം. മമ്മി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തമ്മ, യെസ്, ഞങ്ങളമ്മയെ പോലെ സ്വന്തം മകനെ പോലെ കണ്ട അമ്മേൻ്റെ അടുത്തുള്ള വത്സ CP ആണ് എൻ്റെ അമ്മ. ഓക്കെ, ഇപ്പം ഞങ്ങൾ ആൻറ്റിയും എല്ലാവരും ഒരുങ്ങി സെറ്റായിട്ട് എന്തോരം എടുക്കുന്നു. അബി ഇരിക്കുന്നു. അബിയാണ് എൻ്റെ മൂത്ത കൊച്ചു. പക്ഷേ ചില സമയങ്ങളിൽ പറഞ്ഞ അനുസരണം കേട്ടുണ്ടോ എൻ്റെ കൊച്ചിൽ? എന്താണ് റിൻസി കൊച്ചിന് മാറി കൊടുക്കുക? വളർത്തിരിക്കട്ടെ. ഈ പുഴുക്രിമീനെ കൊണ്ടു നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. കൃമികളെ കൊണ്ട് പോവുകയാണ്. ഒരു ഐഡിയ ഇല്ല, ഇങ്ങനെ പോയോക്കട്ടെ. വാട്സപ്പും വൈഫൈ ഒക്കെ ഓണാക്കി പെണ്ണിന്റെ പണി വെക്കാനും. നീ എപ്പോഴും എടുക്കാത്തുള്ളു. എന്റെ ഫോൺ എടുത്ത് കളിക്കാൻ രണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്റെ ചെറിയമ്മേന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി. പക്ഷെ എന്റെ വൈഫ് ഉണ്ടല്ലോ അതിവിളവത്തെയാണ്. വൈഫ് പോണത് വൈഫിന്റെ വീട്ടില് അമ്മേനെയൊക്കെ കാണാൻ വേണ്ടി പോകാനുള്ള വളവാണ്. പേര് ചെറിയമ്മയ്ക്കാണെങ്കിലും ഓളെ വീട്ടിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തോട് പോകാം. എന്തായാലും ഞങ്ങൾ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ സാറിനോട് കുരിശൊക്കെ വരച്ച് പ്രാർത്ഥിച്ച് കാത്തുകൊള്ളണമേ എന്നൊക്കെ പറഞ്ഞാൽ ദസേ. ഓക്കെ, ഞങ്ങൾ അപ്പം നമ്മൾ ഇളയ പയ്യൻ പറയുകയാണ് ഫസ്റ്റ് അച്ചാമ്മേൻ്റെ വീട്ടിൽ പോകും. അതായത് മമ്മിയുടെ അനിയത്തി വത്സ CPന്റെ വീട്ടിലേക്കാണ് യാത്ര തുടങ്ങുന്നത്. അങ്ങനെ എൻ്റെ വീട് ഞാൻ തന്നെ എടുത്തോളും. അപ്പോൾ സുഹൃത്തുക്കൾ, ഞങ്ങൾ ഒരു ഓറഞ്ചൊക്കെ വാങ്ങി എന്നോട് പോവാണ്. മൂത്ത കൊച്ചു കുറുമ്പൂത്തേക്കാണ്. എന്താ കാരണം അറിയാം? ഇവിടെ ആരും ഇല്ലേ? തുറക്ക് വെക്കാം, തുറക്ക്. ഒന്ന് ഇറങ്ങ എൻ്റെ പൊന്ന ആൻറ്റി. ബാക്കിൽ വെക്കത്. അവിടെ കടന്ന് ഉരുളാണ്. അറിയാൻ പാടില്ല. ഒരു വലിയ വീട്ടിൽ പോയിട്ട് ശീലമില്ല. അവിടെ ഇരിക്കാൻ എന്താ ഞാൻ അത് അടി കുത്തിയെടുക്കാതെ വലിക്കാം. എന്റെ പൊന്നു നോക്കണ്ടേ. ഇതാണ് ഗേറ്റ് ഇല്ലാതെ ഇവിടെ ആരും ഇല്ല മക്കളെ. അതൊന്നും പറഞ്ഞില്ല, ചെറുത് വെച്ചോ. മഹങ്ങക്കൂടെ കണ്ടപ്പോ ആന്റി തരും. വണ്ടിക്കകത്ത് ആന്റി തരും. കക്ക് കെട്ടോ ഞങ്ങള്. അവർ കാണാതെ കട്ടു. ഞങ്ങൾ കട്ട് പറിക്കാം. നമുക്ക് പോകാൻ വീട്ടിലേക്ക് അത്രയും പറഞ്ഞ് വീട്ടിൽ പോകാം. ചെറുക്കും അഭി വടി പഠിക്കും. ഒരു ഓർമ്മയായിരിക്കും. അവരെ കൊച്ചു ചീത്ത അറിയും. അവരെ കൊച്ചിനെ ലഭിച്ച് കേട്ടോ. അതെ, നമ്മല്ല കൊച്ചുടങ്ങ. അയ്യോ, ഇരിക്കുവാനിരിക്കെ നമ്മളെ കാണുമ്പോൾ കൊച്ചൊക്കെ ഉറങ്ങാൻ തോന്നുന്നു. അതാണ് ചെറിയമ്മ. പിന്നെ മിണ്ടാതെ എത്രത്തെ കാര്യം. രാത്രി കിടന്ന് ഉറങ്ങിക്കോളും. ചെറിയമ്മ, അത് ചെറിയമ്മ അമ്മയുടെ കാലൊന്ന്. സിയ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ വെയിറ്റുള്ള കുട്ടിയാണ്. കുട്ടി ഓളെ വരെ ഓള് സുന്ദരിയാണ്. കണ്ണടച്ച ഒരു സൗന്ദര്യവതിയാണ് വിചാരം. സിയ വാവോ, മാമന് ബോൾ എടുക്കാൻ പാടില്ല. ഞങ്ങൾ കുട്ടികളൊക്കെ കണ്ടിങ്ങനെ ഇറച്ചി കായില്ലാത്ത കുട്ടികളൊക്കെ മാതിരി നിൽക്കുക. വളരെ വീഴുമോ?
എന്നെയൊക്കെ മോമ വാ കയ്യിലെടുക്ക എന്തൊക്കെ പണി കാണിക്കണു ബമ്പസ് കളിക്കലേ കളിയേ ഇപ്പൊ ഞങ്ങളിങ്ങനെ മൂത്തേടം ഒക്കെ പോയി ചെറിയമ്മേൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ വീട്ടിൽ കാണുമ്പോൾ ആശ്വാസമാണ് നിർമ്മല കണ്ടോ കാണാൻ വേണ്ടി ഡോക്ടർ രാജു ജോർജാണ് കോട്ടത്തിൽ. അന്തേവാസികളാണ് കേട്ടോ, അന്തേവാസികൾ. ഓ അതാണ് ഞാൻ UKG LKG ഇതിന്റെ മണ്ടെല്ലാം വിളിച്ചിട്ട് UKG LKG അങ്ങോട്ട് കയറാമോ ചേച്ചി? അങ്ങോട്ട് പോകാമോ? അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ കാണാനൊക്കെ? പണ്ടത്തെ പോലെ ഒന്നുമില്ലല്ലേ? നീ രസം കാണാൻ വേണ്ടി വന്നതാണോ? നിർമ്മല ഭവൻ സാരമില്ല, നമുക്ക് പോകാൻ കാണാൻ പറ്റില്ല. ഇല്ല, ആ സിസ്റ്റർ ഒന്ന് കാണാൻ ഭക്ഷണം കൊടുക്കുന്ന സമയം അല്ലേ? അഭിയും നമ്മൾ ഇതാൾ വന്ന് മുട്ടായി കൊടുത്തിട്ടായിരുന്നു ചിരിച്ചു. ഞങ്ങൾ മുണ്ടേരി. ഇയാളുടെ വീട് ഇവിടെയാ പൂത്തല. എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു അവിടെ ഇവിടെ ഭാഗത്ത്. അപ്പം രാവിലെ വരാതെ അവിടെ നിൽക്കുവാണോ? കൂതാനത്തെ. ഭക്ഷണം കൊടുക്കുന്ന സമയം. ആ ആസ്പത്രി സാമ്പാറുണ്ട്, ആര് അവിടെ ചിന്നാട്ടിന് പോളല്ലേ
അറിയാം. നമ്മളിവിടെ ഈ അരിയൊക്കെ കൊണ്ടുപോകുന്ന മുൻകൂർ പറയുന്നുണ്ടല്ലോ. ഭക്ഷണം കൊടുക്കുമ്പോഴേ ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു. ഡേറ്റ് ഉണ്ടാവുമല്ലോ. ബിസ്ക് 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 പേരോ ബിസ്ക് അമ്മയോ ഒന്നുമില്ല. ബിസ്ക് പൊക്കോട്ടെ, ഞങ്ങൾ പോയാൽ ഞങ്ങൾ മുണ്ടേരി മുറം തൂക്കി മരിക്കണ്ട കേട്ടോ, കാലകാലം ജീവിച്ചോ കേട്ടോ, ഒരിക്കലും മരിക്കണ്ട നിങ്ങൾ രണ്ടാളും കേട്ടോ. മുറം തൂക്കിയെന്ന സ്ഥലത്ത് ഞങ്ങൾ 30 പേര് എൻ്റെ ആൾക്കാർ കോട്ടയായിരുന്നു. ഇവളുടെ വീട് ഇവിടെ ഈ മൂത്തടുത്ത് അപ്പുറത്ത്. ഞങ്ങൾ വീട്ടില് പണ്ടൊക്കെ ഇവിടെ പഠിച്ചോ? റിൻസി LK UKG വനജ ടീച്ചർ പഠിപ്പിച്ചത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരലുണ്ടായിരുന്നു. ഇവിടെ സ്കൂളിൽ പഠിച്ചാണോ? ഈസിയാണ് പേര്. കുഞ്ഞി പ്രായത്തിൽ ഞാൻ ഉണ്ടായിരുന്നു അന്നേരം ഇവിടെ. ചേച്ചി കുറേ നാളായി. കുറേ വർഷം. ഓർക്കണ്ടോ? ആ ഇപ്പൊ ഓർക്കുന്നുണ്ടോ? ചേച്ചീനെ ഉണ്ണിയേട്ടനെ പിന്നെ ഇവരൊക്കെ കുഞ്ഞിലാണ് ഇവിടെ പഠിച്ചതാണ്. പക്ഷെ എനിക്ക് ഓർമ്മ, എനിക്ക് അതായത് ഭക്ഷണമൊക്കെ കഴിച്ച് മരുന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അവിടെ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇതിങ്ങനെ ചെടി, മീൻ അതൊക്കെ പറഞ്ഞ ആൾക്കാരായിട്ട്. ദൈവമേ, ഇവരൊക്കെ കൊടുക്കണേ. ഇത് കിട്ടിയിട്ട് കൂടിയില്ല. കിട്ടണ്ട്. പക്ഷെ ഇലകളായിട്ട് ഇവിടെ കാണില്ല. Guys, നല്ല അടിപൊളി സൂര്യാസ്തമയത്തിന്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. കുറെ ഇല കൊണ്ട് കുറെയൊക്കെ കാണും, കുറെ ഒന്നും കാണത്തില്ല. ആ ഒരു മൈൻഡിലാണ്. അപ്പം കാണണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് മുതൽ ഇരുന്ന് കാണേണ്ടി വരും. അതാണ് നമ്മുടെ വീഡിയോയുടെ പ്രശ്നം. ഈ ഒരു ഭാഗത്തേക്ക് കൂടെ മുമ്പിലേക്ക് നീങ്ങി നിൽക്കുമായിരുന്നു. അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ. അവിടെ ചുമന്നൊരു സാധനം കണ്ടാ ഗായ്സ്. അപ്പൊ നമ്മൾ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞു. നമ്മൾ അങ്ങ് തിരിച്ചു പോണ വഴിക്ക് ഇവക്ക് പെരും വിശപ്പ് ഗായ്സ്, വിശപ്പ്. അപ്പം അവിടുന്നൊക്കെ കാണാം. പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ, നമ്മള് സൂര്യൻ അസ്തമിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ മറക്കാതെ കാണാം. അത് ഷോർട്സിലുണ്ടാവും, അതേമാതിരി നമ്മുടെ വ്ളോഗിൽ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ ഇവക്ക് വിശക്കുണ്ട് പറഞ്ഞിട്ട് പപ്പ ഒരു സമൂസ കട നിൽക്കുന്നൊക്കെ പറയട്ടെ. അവളവിടെ കണ്ണ് സൗന്ദര്യം നോക്കി. അപ്പം സമൂസ കട നിർത്തിയപ്പം ആൾക്ക് സമൂസ വേണ്ട. അവള് പറയാം എനിക്കത് സ്വന്തം പൊറോട്ട മതി. നമ്മളെന്ത് ചെയ്തു, നേരിപ്പടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എടക്കര കാരപ്പുറം. നമ്മൾ നല്ല തണ്ണീര് പോകാൻ വേണ്ടി ചെറിയൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ചെറുതായിട്ടുള്ളായിരുന്നു, ഉറപ്പിച്ചിട്ടൊന്നുമില്ലായിരുന്നു. നമ്മൾ ആ പടം പോകാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോയി. അപ്പനെ ആരോ കണ്ടിട്ടുണ്ട്. അപ്പൻ്റെ കൂട്ടുകാരനാണ് തൊണ്ട
അപ്പുറത്തേക്ക് മോൻ അപ്പുറത്തേക്കാണ് നടുക്കിരിക്കാം കൊച്ചിങ്ങനെ ഇരിക്കും ഞാൻ നടുക്കിരിക്കാം ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും പക്ഷേ ഇവിടെ ഇരിക്കും എനിക്ക് ഭയങ്കര വിശപ്പായി തീരും നമ്മള് വൈകുന്നേരം നമ്മളിങ്ങനെ വരുന്നത് വഴിക്ക് ഒരു 6:45 ആപ്പേട്ടോ ഈ ഒരു വീഡിയോ ഈ ഒരു സാധനങ്ങള് ഇത് നമ്മുടെ ചന്ദ്രനാണ് കേട്ടോ വെള്ള കളർ തിളങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഇത് കാണിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഞാൻ വീഡിയോ എടുത്ത്. നല്ല അടിപൊളിയായിട്ട് ഇവിടെ ആയതുകൊണ്ടാണ് നമുക്ക് സൺസെറ്റ് കൂടി കാണാൻ പറ്റിയത്. സൺസെറ്റ് ക്ലിയർ അല്ലായിരുന്നു. ഐ ആം സോ സോറി ഗൈസ് ബട്ട് ഐ വിൽ സീ യു. അടിപൊളി വ്യൂ ആയിരുന്നു. ഇതിങ്ങനെ